everyone, welcome back to my video. ഇന്നു നമുക്ക് മെയ് 2024 CPC എക്സാമിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ദിസ് ഈസ് ദി പാർട്ട് 1. സോ ഫസ്റ്റ് നമുക്ക് അനാട്ടമി ആൻഡ് മെഡിക്കൽ ടെർമിനോളജി സെക്ഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഒറാഫി എന്ന് പറഞ്ഞാൽ സർജിക്കൽ സ്യൂച്ചർ ആണ്. നെക്സ്റ്റ് വൺ ഐറ്റിസ് വിച്ച് ഇസ് ഇൻഫ്ലമേഷൻ. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് സ്പ്ലീൻ ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം എന്നാണ്. എന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണമാണ് ലിംഫാറ്റിക് സിസ്റ്റം. സോ സ്പ്ലീൻ ബിലോങ്സ് ടു ലിംഫാറ്റിക് സിസ്റ്റം. നെക്സ്റ്റ് വൺ ബൈലാറ്ററൽ ഉഫ്രെക്ടമി ആണ്. ഉഫ്രെക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ. സോ ഫസ്റ്റ് നമുക്ക് അനാട്ടമി ആൻഡ് മെഡിക്കൽ ടെർമിനോളജിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഒറാഫി എന്ന് പറയുന്നത് സർജിക്കൽ സ്യൂച്ചറിങ് ആണ്. നെക്സ്റ്റ് വൺ ഐറ്റിസ്, ദാറ്റ് ഇസ് ഇൻഫ്ലമേഷൻ. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് സ്പ്ലീൻ ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം എന്നാണ്. സോ അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാകും. സോ അതിലൊരു ഓപ്ഷൻ ആയിരിക്കും ലിംഫാറ്റിക് സിസ്റ്റം. സോ സ്പ്ലീൻ ബിലോങ്സ് ടു ലിംഫാറ്റിക് സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ ബൈലാറ്ററൽ ഊഫ്രെക്ടമി ആണ്. ഉഫ്രോ എന്ന് പറഞ്ഞാൽ ഓവറി ആണ്. എക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ എക്സിഷൻ ആണ്. സോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബോത്ത് സൈഡ്സ് ആണ്. ബൈ മീൻസ് 2 ആണ്, ലാറ്ററൽ മീൻസ് സൈഡ് ആണ്. സോ ബൈലാറ്ററൽ ഊഫറെക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ എക്സിഷൻ ഓഫ് ഓവറീസ് ഫ്രം ദ ബോത്ത് സൈഡ്സ് ആണ്. നെക്സ്റ്റ് വൺ ഗ്യാസ്ട്രോട്ടോമി ആണ്. ഓട്ടമി എന്ന് പറഞ്ഞാൽ ഇൻസിഷൻ ആണ്. ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ആണ്. സോ ഇൻസിഷൻ ഇൻ ടു ദി സ്റ്റൊമക്ക് ആണ്. നെക്സ്റ്റ് വൺ കോൾപോസ്കോപ്പി ഡൺ ഇൻ വിച്ച് സിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ. കോൾപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? വജൈനയാണ്. സോ കോൾപോസ്കോപ്പി എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ഓഫ് വജൈനയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് ഏത് സിസ്റ്റത്തിലാണ്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ്. നെക്സ്റ്റ് വൺ അഡ്രീനൽ ഗ്ലാൻഡ് ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം എന്നാണ് ചോദിക്കുന്നത്. സോ അഡ്രീനൽ ഗ്ലാൻഡ് ബിലോങ്സ് ടു എൻഡോക്രൈൻ സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ ബ്ലെഫറോപ്ലാസ്റ്റി ആണ്. ബ്ലെഫറോ മീൻസ് ഐലിഡ് ആണ്. ഓപ്ലാസ്റ്റി എന്ന് പറയുന്നത് സർജിക്കൽ റിപ്പയർ ആണ്. സോ സർജിക്കൽ റിപ്പയർ ഓഫ് ഐലിഡ്സ് ആണ് ബ്ലെഫറോപ്ലാസ്റ്റി. നെക്സ്റ്റ് വൺ അർട്ടിക്കാരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡഗ്യുമെൻ്ററി അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻ ആണ്, വിച്ച് ഇസ് സ്കിൻ ഹൈവ്സ് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഒരു റെസ്പിറേറ്ററി ഡിസീസിന് ഒരു എക്സാമ്പിളാണ് ബ്രോങ്കൈറ്റിസ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ തൊറാക്കോസ്കോപ്പി ആണ്. തൊറാക്സിൻ്റെ ഒരു എൻഡോസ്കോപ്പി ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫാലഞ്ചസ് എന്ന് പറയുന്നത് ഫിംഗർ ആൻഡ് ഹാൻഡ് ആൻഡ് ലെഗ്സിലുള്ള ഫിംഗേഴ്സിലുള്ള ബോണുകളാണ് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ യൂറീറ്റർ ആണ്, വിച്ച് ക്യാരി യൂറിൻ ഫ്രം റീനൽ പെൽവിസ് ടു ബ്ലാഡർ ആണ്. നെക്സ്റ്റ് വൺ ഇൻസിഷൻ ഓഫ് അബ്ഡമൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻസിഷൻ എന്ന് പറയുന്നത് ഓട്ടമി ആണ്. അബ്ഡമൻ ദാറ്റ് ഇസ് ലെപ്പാറോട്ടോമി അല്ലെങ്കിൽ ലാപ്രോട്ടോമി എന്ന് പറയുന്നത് ഇൻസിഷൻ ഓഫ് അബ്ഡമൻ ആണ്. നെക്സ്റ്റ് വൺ കൊറോണറി ആർട്ടറീസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കൺജങ്ക്റ്റൈവൈറ്റിസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദി കൺജങ്ക്റ്റൈവയാണ് കൺജങ്ക്റ്റൈവൈറ്റിസ്. ഈ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ലെയർ ഓഫ് ഐനെ കവർ ചെയ്യുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ്, വിച്ച് കവേഴ്സ് ദി സ്ക്ലീറ ആൻഡ് നോട്ട് ദി കോർണിയാണ്. കോർണിയയുടെ ഫ്രണ്ടിലില്ല, ബട്ട് സ്ക്ലീറേനെ കവർ ചെയ്യുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ് കൺജങ്ക്റ്റൈവ. അതിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് കൺജങ്ക്റ്റൈവൈറ്റിസ്. നെക്സ്റ്റ് വൺ ടെൻഡൻ ആണ്, വിച്ച് ഇസ് ദി കണക്ഷൻ ബിറ്റ്വീൻ മസിൽ ആൻഡ് ബോൺ ആണ്. ഒരു മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ ടെൻഡൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ABN അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെൻ ഇസ് ദിസ് സൈൻഡ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു പേഷ്യൻറ്റ് ഇത് സൈൻ ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ABN ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ NCCI മോഡിഫയറിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി ഏത് പാർട്ടിലാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ട് B ആണ്. പിന്നെ മെഡിക്കെയർ പാർട്ട് ഫോർ ഡ്രഗ് കവറേജ് ചോദിക്കുന്നുണ്ട്. അത് പാർട്ട് D ആണ്. സോ മെഡിക്കെയർ പാർട്സ് A, B, C, D എല്ലാം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് വൺ ഹിപ്പ റൂൾസ് ആണ്. ഹിപ്പ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. ഹിപ്പ മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ്. ഇത് റിലേറ്റഡ് റൂൾസും ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ് വൺ സ്പോൺസേർഡ് ഫോർ ഫെഡറൽ പേയേഴ്സ് ആണ്. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? മെഡിക്കെയ്ഡിലാണ് ഫെഡറൽ പേയേഴ്സിൻ്റെ സ്പോൺസർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്.
ഇനി പ്ലേസ് ഓഫ് സർവീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നഴ്സിംഗ് ഫെസിലിറ്റി 32 ആണ് വരുന്നത്. ഓൺ ക്യാമ്പസ് ഔട്ട് പേഷ്യൻറ്റ് ഹോസ്പിറ്റലാണ്, ദാറ്റ് ഇസ് 22. ഇത് നമ്മുടെ CPT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് 2 പേജസിൽ നമുക്ക് കാണാവുന്നതാണ് പ്ലേസ് ഓഫ് സർവീസ് കോഡുകൾ. സോ അവിടെ നോക്കിയാൽ മതി, നമുക്കിതിനുള്ള ആൻസേഴ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി കോഡിംഗ് ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് 4 ഓപ്ഷൻസിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. അതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അത് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ എക്സ്ക്ലൂഡ്സ് ടു, പിന്നെ NEC നോട്ട് എൽസർ ക്ലാസിഫൈഡ്. ഇത് 3 ആണ് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ മോഡിഫൈഡ് 25 അപ്പൻഡ് ചെയ്യുന്നതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. എയ്തർ 24 എപ്പോഴാണ് അപ്പൻഡ് ചെയ്യുന്നതെന്നായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നെ 37618 എന്നുള്ള കോഡിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. 4 ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിലെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ ICD TNCM റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഇംപെൻഡിങ് MI ആണ്, ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഒരു ഇംപെൻഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിന് ആ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പേഷ്യൻറ്റിന് ആക്ച്വലി മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഇല്ല, ബട്ട് ചാൻസസ് ആർ ഹൈ. അതായത് ത്രെറ്റൻഡ് കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻ്റാണ്. സോ പേഷ്യൻറ്റിന് ചാൻസ് ഉണ്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരാൻ, അല്ലെങ്കിൽ ത്രെറ്റൻഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇംപെൻഡിങ് MI ആയിട്ടാണ് കൊടുക്കുക. അതല്ല, മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ചു, പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇംപെൻഡിങ് കണ്ടീഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതാണ്, പേഷ്യൻറ്റിന് കുറച്ച് സിംറ്റംസ് പറയുന്നു, പിന്നെ സസ്പെക്റ്റിംഗ് നിമോണിയ എന്ന് പറയുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ നിമോണിയ കൺഫേംഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിമോണിയയ്ക്ക് കോഡ് കൊടുക്കുക. അതല്ലാത്ത പക്ഷം സിംറ്റംസ് ആണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. സസ്പെക്റ്റഡ് അല്ലെങ്കിൽ പോസിബിൾ എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസിസ് ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത് നമ്മൾ സിംറ്റംസ് ആണ് കോഡ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ് ഡയഗ്നോസിസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഡയഗ്നോസിസ് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, പേഷ്യൻറ്റിന് ഫോളോ അപ്പ് എക്സാമിനേഷൻ വിത്ത് മാലിഗ്നൻസി പേഴ്സണൽ ഹിസ്റ്ററി. ഓൾറെഡി മാലിഗ്നൻസി പാസ്റ്റിൽ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, പേഴ്സണൽ ഹിസ്റ്ററി ഉണ്ടായിരുന്ന പേഷ്യൻറ്റ് ഫോളോ അപ്പിന് വരുന്ന കാര്യം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റിസ് മെലിറ്റസ് ഇൻ പ്രഗ്നൻസി പറയുന്നുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പേഷ്യൻറ്റിന് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്, ആ ഒരു പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെറിബ്രോ വാസ്കുലർ ഡിസീസ് വിത്ത് ഹൈപ്പർ ടെൻഷനാണ്. സോ ഒരു പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ്റെ കൂടെ സെറിബ്രോ വാസ്കുലർ ഡിസീസ് ആണെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, പേഴ്സണൽ ഹിസ്റ്ററി കോഡിംഗ് റിലേറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റെമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ബേൺ കോഡിങ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ വിത്ത് ഹാർട്ട് ഡിസീസ് എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നുള്ളതിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ CKD പ്ലസ് ഹൈപ്പർ ടെൻഷൻ ഏതാണ് ഫസ്റ്റ് സീക്വൻസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. CKD പ്ലസ് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഇപ്പം നമ്മളൊരു കോമ്പിനേഷൻ കോഡാണ് എടുക്കുക. അതല്ല, CKDയും ഹൈപ്പർ ടെൻഷനും അൺറിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് കൊടുക്കേണ്ടത്. So I am conducting a CPC preparation class. 15 days class ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, ദാറ്റ് ഇസ് 1-to-1 സെഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ക്ലാസ് നല്ല ബെനഫിഷ്യൽ ആയിരിക്കും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് എയ്തർ എന്നെ മെയിൽ ചെയ്യുക medcoda0907@gmail.com എന്നുള്ള മെയിലിലേക്ക്, or message me through my Instagram. Medical Coda certified ആണ് Instagram ഹാൻഡിൽ വരുന്നത്. So thank you for watching. Thank you.